നമസ്കാരം. ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. 12 രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള പഠനങ്ങളിലൂടെയുള്ള 2025 ഫലങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും പുതുവർഷം നമുക്കൊന്ന് വിലയിരുത്താം. രാശിഫലം കൂടാതെ പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന നക്ഷത്രഫലവും ഓരോ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതും പരിഹാരം ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇതിലൂടെ പറയുന്നത്. നിങ്ങൾക്കിത് പ്രയോജനകരമാകും. നമുക്ക് ഇന്ന് ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വിദേശത്തൊക്കെ തൊഴിൽ തേടാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. വീട് പണിയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. സേനാ വിഭാഗങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റവും ഒക്കെ ലഭിക്കുന്നതാണ്. വീട് വിട്ടൊക്കെ ദൂരസ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. വിവാഹാലോചനയൊക്കെ നടക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂല തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വ്യാപാര വ്യവസായങ്ങളിലും ചെറുകിട കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കോടതികളിലൊക്കെ കേസുകളും മറ്റും നടത്തി പോന്നിരുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി പൊതുവെ മേൽഗതി ഉണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശാകാലം കേതുർ ദശാകാലമാണ്. 7 വർഷമാണ് കേതുർ ദശ. ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഏകദേശം 23 വയസ്സ് വരെയുള്ളവർക്ക് ശുക്രദശയായിരിക്കും എന്ന് നമുക്ക് പറയാം. ശുക്രദശാകാലമുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ശുക്രദശ അനുഭവിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ അതിനുശേഷം ശുക്രദശ കഴിഞ്ഞിട്ടുള്ള സൂര്യദശ 6 വർഷക്കാലമാണ്. ഏകദേശം 23 മുതൽ ഏകദേശം 29 വയസ്സ് വരെയൊക്കെ സൂര്യദശ ഉണ്ടാകും. സൂര്യദശയിൽ യാത്രാക്ഷീണവും അലച്ചിലും ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാം. തൊഴിൽപരമായിട്ടും തടസ്സങ്ങൾ ഉണ്ടാകാം. ആദിത്യ ദശാകാലമുള്ളവർ ശിവക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, സൂര്യനെ നോക്കി ഗായത്രി മന്ത്രം ജപിക്കുക. അതിനുശേഷം ചന്ദ്രദശയാണ്. ചന്ദ്രദശ അനുകൂലമായിട്ടുള്ള ദശാകാലമാണ് എന്ന് പറയാം. 10 വർഷക്കാലം ഉണ്ടാകും. ഏകദേശം 39 വയസ്സ് വരെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടാം. ഈ കാലങ്ങളിൽ സന്താന ഭാഗ്യം, തൊഴിൽ നേട്ടം തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങളും ലഭിക്കും. അതിനുശേഷം ഏകദേശം 46 വയസ്സുവരെയൊക്കെ ചൊവ്വാദശയാണ്. ചൊവ്വാദശ അനുഭവിക്കുന്നവർ 5ാമത്തെ ദശാകാലമാണ്. മറ്റുള്ളവരുമായി കലഹങ്ങൾക്കും ശത്രുതകൾക്കും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, ദോഷപരിഹാരങ്ങളെ ചെയ്യുക. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശയാണ്. രാഹുർദശാകാലം നേട്ടങ്ങളുടെ സമയമാണ്. രാഹുർദശയുടെ ദശാസന്ധി കാലങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാം. എന്നിരുന്നാലും അതൊക്കെ മാറി പിന്നീട് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിലും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ കലഹം, അപവാദങ്ങൾ, സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾ എന്നിവയും അലർജി രോഗങ്ങൾ എന്നിവയും ഒക്കെ കരുതലെടുക്കേണ്ടതാണ്. ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയാൽ രാഹുർദശാകാലത്തിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് ഗണപതി ഭജനമാണ് ചെയ്യേണ്ടത്. ഗണപതിയുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന മന്ത്രത്തെ നിത്യം മനസ്സിൽ ഓർക്കുക, ജപിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമായിട്ട് ഏകദേശം പറയാനുള്ളത്. കൂടുതൽ വിശദമായിട്ടുള്ള ഫലങ്ങൾ അറിയണമെങ്കിൽ മേടക്കൂറുകാരുടെ രാശിഫലം 2025 പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞ വീഡിയോ കാണുക. പൊതുവായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് അതൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. രോഗദുരിതങ്ങളുമായി ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്ന സമയമാണ്. സകുടുംബം മംഗളകർമ്മങ്ങളിലും വിനോദയാത്രകളിലും ഒക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പതിവിൽ കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. വാഹനമൊക്കെ മാറ്റി വാങ്ങേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ ഇല്ലാതാകുന്ന സമയമാണ്. ഭരണി നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വർഷം വരെ ശുക്രദശ ലഭിച്ചു എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ശുക്രദശ കഴിഞ്ഞാൽ സൂര്യദശയാണ്.
ഏകദേശം 16 വയസ്സ് വരെയുള്ളവർക്ക് സൂര്യദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. അതിനുശേഷം ഏകദേശം 26 വയസ്സ് വരെ ചന്ദ്രദശയാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രദശ അനുകൂലമല്ല. ചന്ദ്രദശ കഴിയുമ്പോഴാണ് തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക, ദോഷപരിഹാരത്തിന് അത് സഹായിക്കുന്നതാണ്. ഏകദേശം 26 വയസ്സിന് ശേഷം 37 വയസ്സ് വരെ ചൊവ്വാദശയാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശാകാലം അനുകൂല സമയമാണ്. ഈ കാലത്ത് തൊഴിൽ നേട്ടങ്ങളും വിവാഹം, സന്താനഭാഗ്യം എന്നീ നല്ല അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാട് ചെയ്യുന്ന പക്ഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഏകദേശം 55 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. ഈ ദശാകാലം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. സന്ധിവാദം, അലർജി രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ഏകദേശം 55 വയസ്സിന് ശേഷം 71 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദശാകാലമായിരിക്കും വ്യാഴദശ. ജാതകത്തിൽ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ ഏറ്റവും നല്ല സമയം വ്യാഴദശാകാലമാണ് എന്ന് തന്നെ പറയാം. ഈ കാലത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിത്യം ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെയേറെ നേട്ടങ്ങൾ നൽകും. ഭരണി നക്ഷത്രക്കാർ പൊതുവായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നതും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നതും ഒക്കെ 2025 കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷം 2025 എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള യുവാക്കൾക്ക് സേനാ വിഭാഗങ്ങളിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് അതിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അനുകൂല വിധി കോടതി വ്യവഹാരങ്ങളിൽ ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അതിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക വിഷമതകളൊക്കെ മാറുന്ന സമയമാണ് എന്ന് പറയാം. വിവാഹാലോചനകളൊക്കെ വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ അലസത ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ അലസതയൊക്കെ വെടിഞ്ഞ് കർമ്മരംഗത്ത് ശോഭിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. ദോഷശാന്തിക്കായി കാർത്തിക നക്ഷത്രക്കാർ പൊതുവായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുന്നത്. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന് കണക്കുകൂട്ടാം. പൊതുവെ 6 വർഷമാണ് സൂര്യദശാകാലം. പകുതി എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് വിലയിരുത്തി നോക്കാം. അതിനുശേഷം ഏകദേശം 13 വയസ്സ് വരെ ചന്ദ്രദശ, പിന്നീട് ഏകദേശം 20 വയസ്സ് വരെ ചൊവ്വാദശ. ഈ സമയങ്ങളൊക്കെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. അതിനുശേഷം രാഹുർ ദശയിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം, വിവാഹം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുർ ദശാകാലമുള്ളവർക്കാണ് ലഭിക്കുന്നത്. ഏകദേശം 20 വയസ്സിന് മുകളിൽ 38 വയസ്സ് വരെ രാഹുർ ദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. രാഹുർ ദശാകാലത്ത് സർപ്പക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുന്നതും ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതിനുശേഷം ഏകദേശം 54 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ഒക്കെ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപവാസങ്ങൾ നടത്തുന്നതും ഒക്കെ ഗുണഫലത്തെ നൽകും. അതിനുശേഷം ഏകദേശം 73 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. അതും അനുകൂലപ്രദമാണ് എന്ന് തന്നെ പറയാം. ശാസ്താഭജനം ചെയ്യുക, ദോഷഫലങ്ങൾ ഇല്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രദശയും രാഹുർ ദശയും ശനിദശയുമാണ് അനുകൂല ദശാകാലങ്ങൾ. ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദശാകാലങ്ങളിൽ പറഞ്ഞ ദോഷപരിഹാരങ്ങളെ ചെയ്യുക. പൊതുവായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമായി പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ വിട്ടുമാറുന്ന വർഷമാണ്. കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക സുസ്ഥിരത നേടാൻ സഹായകരമാകുന്ന വർഷമാണ്.
പണമിടപാടുകളിലൊക്കെ കൃത്യത പുലർത്താൻ സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പരിശ്രമങ്ങളിലൊക്കെ വിജയം കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പൊതുവെ തൊഴിൽപരമായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് 2025 അനുകൂലമാണ്. താൽക്കാലിക ജോലിയിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ അതൊക്കെ സ്ഥിരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷമതകളൊക്കെ ഇല്ലാതാകുന്ന വർഷമാണ്. മറ്റുള്ളവരുമായി, ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ ഇല്ലാതാകുന്നതാണ്. നേട്ടങ്ങളൊക്കെ കൂടുതലായി ലഭിക്കുന്നതിനായി രോഹിണി നക്ഷത്രക്കാർ ഗണപതി ഹോമം മാസം തോറും നടത്തുന്നത് ഉചിതമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മദശാകാലം ചന്ദ്രദശാകാലമാണ്. 10 വർഷമാണ് ആകെ ചന്ദ്രദശ. ഏകദേശം 5 വയസ്സ് വരെ എന്ന് കൂട്ടാം. അതിനുശേഷം ചൊവ്വാദശ 12 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം ഏതാണ്ട് 40 വയസ്സുവരെ രാഹുർദശാകാലമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രാഹുർദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും ശക്തിയുക്തം വഴിപാട് ചെയ്യാനും മറക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങളും അപവാദങ്ങളും കേസ് തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ അലർജി രോഗങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വിവാഹം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിലും ഈ സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകാം. രാഹുർദശ ഓരോ ജാതകത്തിലെയും വ്യത്യാസം അനുസരിച്ച് ഏകദേശം 40 വയസ്സിനടുത്തുള്ള പ്രായക്കാർക്ക് രാഹുർദശ ഉണ്ടാകാം. അത് മനസ്സിലാക്കി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 56 വയസ്സുവരെ വ്യാഴദശാകാലമായിരിക്കും. ഈ ദശാകാലം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതീവ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. പിന്നീടുള്ള ശനിദശാകാലവും ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴദശാകാലത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ആത്മീയമായുള്ള കാര്യങ്ങളിലൂടെയും ഭൗതിക ഉന്നതി നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. 2025 രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതീവ ഗുണപ്രദമായിട്ടുള്ള സമയം തന്നെയാണ്. അതായത് ദശാകാലങ്ങളിലുള്ളവർ വേണ്ട ശക്തിയുക്തം വഴിപാടുകളെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്ന് നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം 2025 ആണ് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. സ്ഥിരമായി ഉണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്നൊക്കെ മകയിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ മോചനം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ വഴി കടം വീട്ടാനൊക്കെ സാഹചര്യമുണ്ട്. തൊഴിൽ രഹിതരായിട്ടുള്ള മകയിര നക്ഷത്രക്കാർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ലഭിക്കുന്നതാണ്. പിന്നീട് നല്ല ജോലിക്കുള്ള മുന്നൊരുക്കം അതിലൂടെ ലഭിക്കുന്നതുമാണ്. അതായത് പിന്നീട് സ്ഥിര നിയമനം ലഭിക്കാനുള്ള സാഹചര്യം തൊഴിലിലുണ്ട് എന്നർത്ഥം. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഉത്തമമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ ദശാകാലവും അതിനനുസരിച്ചുള്ള ഏകദേശ ഫലങ്ങളും അതിനുശേഷം പരിഹാരങ്ങളും പറയാം. ചൊവ്വാദശയിലാണ് മകയിര നക്ഷത്രക്കാരുടെ ജനനം. ഏകദേശം 3 വർഷം ചൊവ്വാദശ ലഭിച്ചു എന്ന കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 21 വയസ്സുവരെ രാഹുർദശാകാലം. ഈ കാലം ഏകദേശം അനുകൂലമായിരിക്കും. അതിനുശേഷം 37 വയസ്സുവരെയുള്ള വ്യാഴദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം 56 വയസ്സുവരെയുള്ള ശനിദശാകാലം അനുകൂലമാണ്. ശനിദശാകാലം അനുഭവിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് പുതുവർഷം കൂടുതൽ ശുഭപ്രദമായിരിക്കും. 56 വയസ്സിന് ശേഷം ബുധദശാകാലമാണ്. ബുധദശാകാലവും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദോഷപരിഹാരത്തിനായി മകയിര നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക. ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും ശുഭകരമായിട്ടുള്ള ഫലങ്ങളെ ചെയ്യും. വിഷ്ണു സഹസ്രനാമം എല്ലാ വ്യാഴാഴ്ചയും ജപിക്കുന്നത് ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് മകയിര നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ 2025 പുതുവർഷ ഫലമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025 തടസ്സങ്ങളൊക്കെ ഒഴിയുന്നതാണ്. ഗുണപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്ന സമയമാണ്. കൂടാതെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ വഴി കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ കാര്യസാധ്യത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. രോഗ ദുരിതങ്ങളൊക്കെ മൂലം ബുദ്ധിമുട്ടിയിരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പൊതുവെ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെറിയ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയിലൊക്കെ എത്തിച്ചേരാനും ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്.
വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നവർക്ക് പുതുവർഷത്തിൽ വീണ്ടും ജോലിക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ദശാകാലം വരുന്നതനുസരിച്ചുള്ള ഏകദേശ ഗുണദോഷ ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം. തിരുവാതിര നക്ഷത്രക്കാർ നക്ഷത്രാധിപനായിട്ടുള്ള രാഹുവിന്റെ ദശാകാലമാണ്. ഏകദേശം 18 വർഷമാണ് രാഹുർ ദശയെങ്കിലും ഏകദേശം 10 വയസ്സുവരെ രാഹുർ ദശ എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. രാഹുർ ദശ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മദശാകാലം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് ചെറിയ കുട്ടികൾക്ക്. അതിനുശേഷം 26 വയസ്സുവരെ ഏകദേശം വ്യാഴദശയാണ്. ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴദശ നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും തൊഴിൽ നേടുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾക്കുമൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഏകദേശം 45 വയസ്സുവരെ ശനിദശയാണ്. ശനിദശയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനിപ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാടുകളെ ചെയ്യുക, ദർശനം നടത്തുക, എള്ളുപായസം, നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ശനിദശാകാലമുള്ള തിരുവാതിരക്കാർ ചെയ്യുക. അതിനുശേഷം ഏകദേശം 62 വയസ്സുവരെ ബുധദശാകാലമാണ്. ഇത് അനുകൂല ദശാകാലമാണ്. കൂടുതൽ ഗുണഫലങ്ങൾ ബുധദശാകാലം അനുഭവിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം 7 വർഷക്കാലം കേതുർ ദശയാണ്. പിന്നീട് 20 വർഷം ശുക്രദശയുമാണ്. പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർ പുതുവർഷത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾക്കായിട്ട് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിയെ ഉപാസിക്കുക, പ്രാർത്ഥനകൾ നടത്തുക, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ഉപവാസം എടുക്കുന്നതും ഗുണഫലത്തെ നൽകും. ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പുണർന്ന നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. ആദ്യം പൊതുവായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രഫലത്തെയും അതിനുശേഷം ദശാകാലം അനുസരിച്ചുള്ള ഏകദേശ ഗുണദോഷങ്ങളെയും പരിഹാരങ്ങളെയും ചിന്തിക്കാം. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പുതുവർഷമാണ്. സാമ്പത്തികമായി ചില വിഷമതകളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലുമൊക്കെ അല്പം മാനസിക സംഘർഷമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ തൊഴിൽ മേഖല പൊതുവെ എല്ലാവർക്കും പുഷ്ടിപ്പെടുന്നതുമാണ്. കുടുംബജീവിതത്തിലും ചില അസ്വസ്ഥതകളൊക്കെ രൂപപ്പെട്ടേക്കാം. എന്നാൽ പുണർന്ന നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. സന്താനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. കേസുകൾ, തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ കരുതലെടുത്ത് ആലോചിച്ച് പ്രവർത്തിക്കുക. കൂടാതെ പൈതൃക സ്വത്തിന്റെ അനുഭവ ഗുണവും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥർ, തൊഴിലുടമകൾ എന്നിവരുമായി രമ്യതയിൽ പോകാനുള്ള ശ്രമം നടത്തുക. പുണർന്ന നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുക. ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശ ഉണ്ട് എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 27 വയസ്സുവരെ ശനിദശാകാലമാണ്. പൊതുവെ പുണർന്ന നക്ഷത്രക്കാർക്ക് ശനിദശാകാലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ശനിദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ തൊഴിലിലൊക്കെ അല്പം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. എന്നാൽ തൊഴിൽ ലാഭം, ഉന്നത വിദ്യാഭ്യാസ യോഗം ഇതെല്ലാം ശനിദശാകാലത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശാസ്താപ്രീതി വരുത്തുക. അതിനുശേഷം ഏകദേശം 44 വയസ്സുവരെ ബുധദശാകാലമാണ്. ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കരുതലെടുക്കുക. അതിനുശേഷം ഏകദേശം 51 വയസ്സുവരെ കേതുർ ദശാകാലമാണ്. കേതുർദശയും കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക. അതിനുശേഷം ഏകദേശം 71 വയസ്സുവരെ ശുക്രദശാകാലമാണ്. ഇതും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. പുണർന്ന നക്ഷത്രക്കാർ ദോഷശമനത്തിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, കുമാരസൂക്ത അർച്ചന നടത്തുന്നതും പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതും ഒക്കെ ഗുണഫലത്തെ നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പുണർന്ന നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. 2025 പൂയ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നക്ഷത്രഫലവും അതിനുശേഷം ഓരോ ദശാകാലത്തിനനുസരിച്ചുള്ള ഏകദേശ കാര്യങ്ങളും പരിഹാരങ്ങളുമാണ് പറയുന്നത്. ആദ്യം നമുക്ക് നക്ഷത്രഫലത്തെ പറയാം. പൂയ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ഉന്നമനം ഉണ്ടാകുന്ന വർഷമാണ്. തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ വസ്തു വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകുന്നതാണ്. ഏജൻസി ജോലികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ധനപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. അമിത വ്യയമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെലവൊക്കെ ഒന്ന് വരുതിയിലാക്കുക. ആരോഗ്യപരമായിട്ടും പൂയ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് ശമനമുണ്ടാകുന്നതാണ്.
വീട് നിർമ്മാണത്തിനൊക്കെ ആഗ്രഹിക്കുന്ന പൂയ നക്ഷത്രക്കാർക്ക് അതിന് സാധ്യതയുണ്ട്. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പൂയ നക്ഷത്രക്കാർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നതാണ്. കൃഷി മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. കൂടാതെ സന്താനങ്ങൾക്ക് അഭ്യുന്നതി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ എല്ലാവിധമായിട്ടുള്ള ലാഭങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. പൂയ നക്ഷത്രക്കാർക്ക് ശനിദശയാണ് ആദ്യം വരിക. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. അതിനെ തുടർന്ന് ഏകദേശം 27 വയസ്സ് വരെ ബുധദശയാണ്. ഇത് പൂയ നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. ബുധദശകാലമുള്ള പൂയ നക്ഷത്രക്കാർക്ക് തൊഴിലിലൊക്കെ ഉന്നതി ഉണ്ടാകാനും തൊഴിൽ നേട്ടത്തിനും വിവാഹത്തിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം 34 വയസ്സ് വരെ കേതൂർ ദശയാണ്. കേതൂർ ദശ അനുഭവിക്കുന്ന പൂയ നക്ഷത്രക്കാരാണെങ്കിൽ വിവാഹത്തിനും തൊഴിൽ ലാഭത്തിനും തൊഴിൽ കാര്യങ്ങൾക്കുമൊക്കെ തടസ്സമുണ്ടാകുന്നതാണ്. ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥനകൾ നടത്തുക, ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഗണപതി ഹോമം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 54 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. ഇത് പൂയ നക്ഷത്രക്കാർക്ക് അതീവ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വഴിപാട് ചെയ്യുക, നെയ്വിളക്ക് കൊളുത്തുക, വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രദശാകാലം അനുഭവിക്കുന്നവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുക. അതിനുശേഷം ഏകദേശം 60 വയസ്സ് വരെ സൂര്യദശയും അതിനുശേഷം 70 വയസ്സ് വരെ ചന്ദ്രദശയുമാണ്. ചന്ദ്രദശാകാലവും പൂയ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, എള്ളുപായസം, നീരാഞ്ജനം എന്നീ വഴിപാടുകളെ ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പൂയ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇന്ന് നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. നക്ഷത്രഫലത്തെ കൂടാതെ ഓരോ ദശാകാലവും അനുഭവിക്കുന്നവർക്ക് എങ്ങനെ ഈ വർഷം ഉണ്ടാകും എന്നുള്ളതും ദോഷപരിഹാരങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആയില്യ നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ വിട്ടൊഴിയുന്ന സമയമാണ് 2025. നഷ്ടപ്പെട്ട സാധനങ്ങൾ, സാമഗ്രികളൊക്കെ പണവുമൊക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ പൊതുവെ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയുന്നതാണ്. അശ്രദ്ധ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വയം പരിശീലിക്കുക. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലെടുക്കുക. വിവാഹാലോചനയൊക്കെ വന്ന് തടസ്സപ്പെട്ടിരുന്നവർക്ക് അതൊക്കെ മാറി പുതിയ നല്ല ബന്ധങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ പ്രത്യേകമായി ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വീട് വാങ്ങാനും വീട് പണി നടത്തുവാനും വീട് പുതുക്കി പണിയുന്നതിനുമൊക്കെയുള്ള അനുകൂല സാഹചര്യമുള്ള വർഷമാണ്. ആയില്യ നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ബുധദശ ഏകദേശം 17 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ ഉണ്ടായിരുന്നു എന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 17 വയസ്സ് വരെ കേതൂർദശ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മൂന്നാമത്തെ ദശകാലമായിട്ടുള്ള ശുക്രദശ അനുകൂലമല്ല. ശുക്രദശാകാലം അനുഭവിക്കുന്ന ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ പുതുവർഷത്തിൽ ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. തൊഴിൽ കാര്യത്തിലും മറ്റും തടസ്സങ്ങൾ ഉണ്ടാകാതെ ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അതിനുശേഷം 43 വയസ്സ് വരെ ആദിത്യ ദശാകാലമാണ്. ഇത് ഏകദേശം അനുകൂല സമയമാണ്. അതിനുശേഷം 10 വർഷക്കാലം ചന്ദ്രദശാകാലമാണ്. ഈ കാലവും ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം 60 വയസ്സ് വരെ ചൊവ്വാദശയും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് പറയാം. അതിനുശേഷം 78 വയസ്സ് വരെ രാഹുർദശ. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി പ്രയോജനം ചെയ്യുന്ന ദശാകാലങ്ങളൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നർത്ഥം. അതായത് ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമാകുന്നത് കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ എന്നീ ദശാകാലങ്ങളാണ്. അതൊക്കെ വളരെ കുറഞ്ഞ കാലയളവാണ് എന്നുള്ളതാണ്. ആയില്യ നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായിട്ടും ദോഷശാന്തിക്കുമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാമൃതം വഴിപാടുകൾ നടത്തുക, കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുക, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ഉപവാസം എടുക്കുക. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മകൻ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ അവതരിപ്പിക്കാം. 2025 മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. നക്ഷത്രഫലം പറയുന്നുണ്ട്. അതിനുശേഷം ദശാകാലം അനുസരിച്ച് മകൻ നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. അതിനുശേഷം ദോഷപരിഹാരത്തെയും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. കർമ്മരംഗത്ത് നല്ല രീതിയിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025. മേലധികാരികളുടെയൊക്കെ അധിക പ്രീതി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്ന കാലമാണ്. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് സാധിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ
വന്നു ചേരുന്നതാണ്. പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന ആർക്കെങ്കിലും ഒക്കെയോ രോഗ ദുരിതങ്ങൾ ഉണ്ടായേക്കാം. ആശുപത്രി വാസവും ഒക്കെ അതുമൂലം ഉണ്ടായേക്കാം. വാഹനം മാറ്റി വാങ്ങാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. മകനക്ഷത്രക്കാർ കേതുർ ദശയിലാണ് ജനിക്കുക. കേതുർ ദശ ആകെ 7 വർഷമാണ്. ഏകദേശം 3 വയസ്സുവരെ കേതുർ ദശ ഉണ്ടായിരുന്നു എന്നാൽ കണക്കൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നീട് ഏകദേശം 23 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം മകനക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം നല്ല രീതിയിൽ നടക്കാനുള്ള സാഹചര്യമുണ്ട്. ശുക്രദശാകാലത്ത് തൊഴിൽ നേട്ടത്തിനും സാഹചര്യമുണ്ട്. എന്നാൽ ശുക്രദശ കഴിയുമ്പോൾ ആദിത്യദശയാണ് വരുന്നത്. ഇക്കാലം തൊഴിൽ തടസ്സത്തിനും മാനസിക സംഘർഷത്തിനും മറ്റുള്ളവരുടെ ശത്രുതയ്ക്കുമൊക്കെ പാത്രീഭൂതരായേക്കാം. കരുതലെടുക്കേണ്ട വർഷമാണ്. ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാടുകളെ ചെയ്യുക. നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ഏകദേശം 29 വയസ്സുവരെയാണ് സൂര്യദശാകാലം വരിക. അതിനുശേഷം 39 വയസ്സുവരെ ചന്ദ്രദശാകാലം ഉണ്ടാകും. ചന്ദ്രദശ മകനക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ആദ്യത്തെ ദശ ഏകദേശം 29 വയസ്സുവരെയാണ്. അതിനുശേഷം 39 വയസ്സുവരെ ആയിരിക്കും ചന്ദ്രദശ. അതിനുശേഷം ഏകദേശം 46 വയസ്സുവരെ ചൊവ്വാദശ ഉണ്ടാകും. ചൊവ്വാദശയുള്ള മകനക്ഷത്രക്കാരും സൂക്ഷിക്കേണ്ട സമയമാണ്. ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുക. ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 64 വയസ്സുവരെ രാഹുർ ദശാകാലമാണ്. രാഹുർ ദശാകാലം പൊതുവെ മകനക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. ഇക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക. അതിനുശേഷം വ്യാഴദശാകാലമാണ്. അതും രാഹുർ ദശയുടെ തുടർച്ചയായിരിക്കും എന്ന് തന്നെ പറയാം. മകനക്ഷത്രക്കാർ പൊതുവെ 2025 ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂവളമാല സമർപ്പിക്കുക. ധാര വഴിപാടായിട്ട് നടത്തുക. ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക. കൂടാതെ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നൂറും പാലും വർഷത്തിലൊരിക്കൽ നടത്തുക. പാട്ടുപാടിക്കുന്നതും അഭിഷേകം നടത്തുന്നതും ഒക്കെ ഗുണപ്രദമായിട്ടുള്ള ഫലത്തെ നൽകും. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പൂരനക്ഷത്രക്കാരുടെ 2025 പുതുവർഷ നക്ഷത്ര ഫലത്തെ പറയാം. പൂരനക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന തൊഴിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള വിഷമതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ടും വന്നേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധിക്കുക. പൂരനക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കുള്ള യോഗവും 2025 കാണുന്നുണ്ട്. ഓഹരി വിപണി, ഊഹക്കച്ചവടം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ധൃതി പിടിച്ചുള്ള എടുത്തിയാടിയുള്ള ധനവിനിയോഗത്തിലൂടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ദാതാക്കൾ വഴി നേരിട്ട് ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള നല്ല അനുഭവങ്ങൾ പൂരനക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാകാം. ശുക്രദശയിലാണ് പൂരനക്ഷത്രക്കാർ ജനിക്കുന്നത്. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വയസ്സുവരെ ശുക്രദശ കിട്ടി എന്ന് കണക്കൂട്ടിൽ നമുക്ക് മുന്നോട്ടൊന്ന് പോകാം. അതിനുശേഷം ഏകദേശം 16 വയസ്സുവരെ സൂര്യദശയാണ്. അതിനുശേഷം 26 വയസ്സുവരെ ചന്ദ്രദശയാണ്. ചന്ദ്രദശാകാലം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. അതിനുശേഷം 33 വയസ്സുവരെ ചൊവ്വാദശയാണ്. ഈ കാലത്താണ് ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സാധ്യത. ചന്ദ്രദശയുള്ള പൂരനക്ഷത്രക്കാർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 51 വയസ്സുവരെ രാഹുർ ദശാകാലമാണ്. ഈ രാഹുർ ദശയും അത്ര അനുകൂലത്തിലല്ല. സർപ്പക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും രാഹുർ ദശയുള്ളവർ എല്ലാ വർഷവും നൂറും പാലും നടത്തുക, പാട്ടുപാടിക്കുക, അഭിഷേകം പോലെയുള്ള കാര്യങ്ങളെയും ചെയ്യുക. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴദശ പൂരനക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. പൊതുവെ പൂരനക്ഷത്രക്കാർ 2025 ഗുണഫലങ്ങൾക്കായിട്ടും ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനുമായിട്ടും ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ആദ്യകാലങ്ങളിൽ തന്നെ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ നിത്യം ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. കോടതി വ്യവഹാര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് അഭിഭാഷകരുടെ അശ്രദ്ധക്കുറവ് മൂലം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയേക്കാം. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. മുൻകൂട്ടി അതൊക്കെ കരുതലെടുക്കാനുള്ള ആവശ്യപ്പെടുക. തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. വാദ സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ മേഖലയിലൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നതാണ്. തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉത്തര നക്ഷത്രക്കാരുടെ പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിനെത്താനുള്ള സാഹചര്യവും
2025 വീട് നിർമ്മാണത്തിലൊക്കെ അവിചാരിതമായി തടസ്സങ്ങൾ നേരിട്ട് ഇരുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് അതൊക്കെ 2025 വീട് പൂർത്തിയാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, സാധന സാമഗ്രികൾ, പണം എന്നിവയൊക്കെ മോഷണം പോകാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുക്കുന്നത് വാക്കുതർക്കങ്ങൾക്കും വിരോധത്തിനുമൊക്കെ കാരണമായേക്കാം. അതുകൊണ്ടൊക്കെ വളരെ കരുതലെടുത്ത് വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ. ഉത്തര നക്ഷത്രക്കാർ ആദിത്യദശയിലാണ് ജനിക്കുക. ആദിത്യദശ ആകെ 6 വർഷമാണ്. ഏകദേശം 3 വയസ്സ് വരെ ആദിത്യദശ എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 10 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്. ഏകദേശം 13 വയസ്സ് വരെ ചന്ദ്രദശാകാലം. അതിനുശേഷം ഏകദേശം 20 വയസ്സ് വരെ ചൊവ്വാദശ. 13നും 20നും ഇടയിലുള്ള ചൊവ്വാദശാകാലം ഉത്തര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഏകദേശം 41 വയസ്സ് വരെ രാഹുർദശാകാലം. രാഹുർദശാകാലം പൊതുവെ ഉത്തര നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. ഈ കാലത്തിലാണ് വിവാഹം, തൊഴിൽ ഉയർച്ച തുടങ്ങിയ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം 16 വർഷക്കാലം ഏകദേശം 57 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വ്യാഴദശാകാലമുള്ളവർ നിർബന്ധമായിട്ടും മഹാവിഷ്ണു പ്രീതി വരുത്തുക. അതിനുശേഷം ശനിദശയാണ്. ശനിദശയും ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂല ദശാകാലമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്. അതിനുശേഷം മാർച്ച് 28 ശേഷം അഷ്ടമത്തിലേക്ക് ശനി വരുന്നു. ശനിപ്രീതി വരുത്തുകയാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്തര നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ഹനുമാൻ സ്വാമിയാണ് ഭജിക്കേണ്ടത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ഹനുമാൻ സ്വാമിയെ നിത്യം കാലത്ത് സ്മരിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക. ഇന്ന് അത്ത നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അത്ത നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് 2025. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. മാനസികമായി പ്രത്യേക ഊർജം കൈവരുന്ന സമയമാണ്. തൊഴിലിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വിജയം കൈവരിക്കുന്ന സമയമാണ്. അതായത് തൊഴിൽ ലാഭമുണ്ട് എന്നർത്ഥം. വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിന് പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യവും ഉണ്ടാകുന്നതാണ്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അനുകൂലമായിട്ടുള്ള ആലോചനകളൊക്കെ വരുന്നതാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. അത്ത നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയാണ് ആദ്യം വരുന്നത്. ഏകദേശം 10 വയസ്സ് വരെയാണ് ചന്ദ്രദശ. ഏകദേശം 5 വയസ്സ് വരെ ചന്ദ്രദശ ലഭിക്കുമെന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 13 വയസ്സ് വരെ ചൊവ്വാദശ ഉണ്ടാകും. അതിനുശേഷം ഏകദേശം 31 വയസ്സ് വരെ രാഹുർദശ. രാഹുർദശാകാലം അത്ത നക്ഷത്രക്കാർക്ക് അത്ര നല്ല ദശാകാലമല്ല. തൊഴിൽ തടസ്സത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ സാഹചര്യമുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. സർപ്പപ്രീതി വരുത്തുക. അതിനുശേഷം ഏകദേശം 47 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലമുള്ള അത്ത നക്ഷത്രക്കാർക്ക് 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഏകദേശം 66 വയസ്സ് വരെ ശനിദശാകാലമാണ്. പിന്നീട് ഏകദേശം 17 വർഷക്കാലം ബുധദശാകാലമാണ്. ബുധദശാകാലവും അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമാണ്. അത്ത നക്ഷത്രക്കാർ ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. മാസം തോറും ഗണപതി ഹോമം തുടങ്ങിയ വഴിപാടുകളെ ചെയ്യുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കും, ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചിത്ര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. ചിത്ര നക്ഷത്രക്കാർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. പാരമ്പര്യ രോഗമായിട്ടുള്ള പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ കരുതലെടുക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും. അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ്. പെട്ടെന്ന് മറ്റുള്ളവരുമായി കലഹിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക. പൊതുപ്രവർത്തകരായിട്ടുള്ളവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തൊഴിൽപരമായിട്ട് വളരെ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ നിയമനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വീട് നിർമ്മാണമൊക്കെ നടക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് അവിചാരിതമായി അതിൽ തടസ്സങ്ങൾ നേരിടാം. വിദ്യാർത്ഥികളായിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർ കൂട്ടുകാരുമായി ചേർന്നുള്ള പഠന രീതികളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. അത്തരം രീതികളിലൂടെയൊക്കെ അവർ അലസത കാണിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ കരുതലെടുത്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് ചിത്ര നക്ഷത്രക്കാരുടെ ദശാകാലത്തിന്റെ അനുസരിച്ചുള്ള ഫലങ്ങളും അതിനുശേഷം പരിഹാരവും പറഞ്ഞു പോകാം. ചിത്ര നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനനം. ഏകദേശം 7 വർഷമാണ് ചൊവ്വാദശ. ഏകദേശം 3 വയസ്സ് വരെ എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശാകാലമായിരിക്കും. അതിനുശേഷം ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും.
വ്യാഴദശാകാലം ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം ഏകദേശം 56 വയസ്സ് വരെ ശനിദശയാണ്. ഈ ശനിദശാകാലം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 77 വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും. വ്യാഴദശയും ബുധദശയുമുള്ള ചിത്തിര നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ചിത്തിര നക്ഷത്രക്കാർ ദോഷശാന്തിക്കും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി സർപ്പക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്, വഴിപാട് നടത്തേണ്ടത്. നിത്യം സർപ്പങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുക. ഇന്ന് നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറയുന്നത്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചു വന്നിരുന്നവർ പുതുവർഷത്തിൽ അതൊക്കെ ഇല്ലാതായി ക്രമേണ ശാന്തമായിട്ടുള്ള ചിത്തത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ആദ്യ വാരങ്ങളിലൊക്കെ അനാവശ്യ ചിന്ത മനസ്സിനെ മതിക്കുന്നതാണ്. എന്നാൽ പിന്നീട് അതൊക്കെ മാറുന്നതാണ്. ഇല്ലാത്ത രോഗത്തെക്കുറിച്ചൊക്കെ മനസ്സ് വ്യാകുലപ്പെടും. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ധ്യാനം പോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യേണ്ടതുമാണ്. വരവിനൊപ്പം ചെലവ് അധികരിക്കുന്ന സമയമാണ്. വീടിനും വാഹനത്തിനുമൊക്കെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നേക്കാം. വളരെ അടുത്ത സുഹൃത്തുക്കളുമായി ചില മാനസിക അകൽച്ചയ്ക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. സ്വദേശം വെടിഞ്ഞൊക്കെ അകന്ന് താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത വർദ്ധിക്കാൻ സാഹചര്യമുള്ള സമയമാണ്. കരുതലെടുക്കുക. പഠന വിഷയത്തിൽ ഉഴപ്പ് കാണിക്കാതിരിക്കുക. പിതാവിനും പിതൃതുല്യരായവർക്കും അല്പം അരിഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചോതി നക്ഷത്രക്കാർ രാഹുർദശയിലാണ് ജനിക്കുക. 18 വർഷമാണ് രാഹുർദശ. ഏകദേശം 10 വയസ്സ് വരെ രാഹുർദശ ഉണ്ട് എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 26 വയസ്സ് വരെ വ്യാഴദശ. ഇത് അനുകൂല ദശാകാലമാണ്. വ്യാഴദശ ഉള്ളവർക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ്. അതിനുശേഷം 45 വയസ്സ് വരെ ശനിദശാകാലമാണ്. ഈ കാലം അനുഭവിക്കുന്നവർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും ശനീശ്വര ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 62 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധദശാകാലം നല്ല ദശാകാലമായിരിക്കും. ചോതി നക്ഷത്രക്കാർ 2025 ദോഷശമനത്തിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായിട്ട് ദേവീക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന എന്നിവയൊക്കെ നടത്തുക. ഇന്ന് നമ്മൾ വിശാഖ നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയുന്നത്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതികൂല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്രമേണ പുതുവർഷത്തിൽ നല്ല ഫലങ്ങളെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക വിഷമമൊക്കെ വർഷത്തിന്റെ തുടക്കത്തിൽ നേരിടുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. സ്ഥായിയായി നിന്നിരുന്ന കടബാധ്യതകളൊക്കെ വീട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതാണ്. പുതിയ ജോലിക്കൊക്കെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. അനുകൂല സമയമാണ്. കൂടാതെ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള അനുകൂല സമയമാണ്. എന്നാൽ അവിചാരിതമായി അധിക ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴദശയാണ് ആദ്യം. ആകെ 16 വർഷമാണ് വ്യാഴദശ. ഏകദേശം 10 വയസ്സ് വരെ വ്യാഴദശ എന്ന കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 39 വയസ്സ് വരെ ശനിദശ. ഇത് അനുകൂല സമയമാണ്. ശനിപ്രീതി വരുത്തുക. അതിനുശേഷം ഏകദേശം 56 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഇത് അത്ര അനുകൂല ദശാകാലമല്ല. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 63 വയസ്സ് വരെ കേതുർദശാകാലമാണ്. കേതുർദശാകാലം പൊതുവെ അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിശാഖ നക്ഷത്രക്കാർ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരാപുറവുകൾക്ക് കൂവളമാല സമർപ്പണം എന്നിവയൊക്കെ ചെയ്യുക. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് അനിഴ നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025 ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുജനങ്ങൾ മൂലമുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ പിണക്കം മാറി അടുത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. കലഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികൾ മോചനം വരെ എത്തിയിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി അനുകൂലമായിട്ടുള്ള രമ്യമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് നിലനിന്നിരുന്ന അവശതയൊക്കെ മാറി നല്ല ആരോഗ്യത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ അശ്രദ്ധ മൂലം ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം മനസ്സിന് സന്തോഷം പകരുന്നതാണ്. ആശ്വാസം ലഭിക്കുന്നതാണ്. ശാന്തി ലഭിക്കുന്നതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ആദ്യ ദശ ലഭിക്കുന്നത് ശനിദശയാണ്. ഏകദേശം 19 വർഷമാണ് ശനിദശ. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ ഉണ്ട് എന്ന് കണക്കൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ഏകദേശം 27 വയസ്സ് വരെ പിന്നീട് ബുധദശാകാലമായിരിക്കും. ബുധദശാകാലം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. അതിനുശേഷം ഏകദേശം 33 വയസ്സ് വരെ കേതുർദശയാണ്.
ഈ സമയത്ത് ഗണപതി പ്രീതി വരുത്തുക, ഗണപതി ഹോമം മാസം തോറും നടത്തുക. അതിനുശേഷം ഏകദേശം 53 വയസ്സുവരെ ശുക്രദശാകാലമാണ്. ഈ കാലം അനിഴ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. അതിനുശേഷം ഏകദേശം 59 വയസ്സുവരെ ആദിത്യദശയും പിന്നീട് 69 വയസ്സുവരെ ചന്ദ്രദശയുമാണ്. ചന്ദ്രദശാകാലവും അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. അനിഴ നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായിട്ട് നവഗ്രഹ പ്രീതിയാണ് വരുത്തേണ്ടത്. നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. ദോഷങ്ങളില്ലാതായി 2025 വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായിട്ട് മാറും. ഇന്ന് നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2025 പുതുവർഷം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ബലം വർദ്ധിക്കുന്നതാണ്. അതുവഴി കാര്യങ്ങൾക്കൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ്. ബന്ധുഗുണം ഒക്കെ വർദ്ധിച്ച് ലഭിക്കുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായത്തോടെ തൊഴിൽ ലാഭം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹത്തിനും അനുകൂല സമയമാണ്. ആശ്രയിച്ച് നിൽക്കുന്നവരിൽ നിന്നൊക്കെ മികച്ച പിന്തുണ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ മാറ്റിവാങ്ങാനുള്ള യോഗവുമുണ്ട്. വീട് നിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിനുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. പണി പൂർത്തിയാക്കിയ വീടുകൾ, ഫ്ളാറ്റുകൾ എന്നിവയൊക്കെ ആവശ്യാനുസരണം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ കടബാധ്യതകളൊക്കെ ഇല്ലാതാക്കാനും പണയത്തിലിരുന്ന ആഭരണങ്ങളൊക്കെ തിരികെ എടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. തൃക്കേട്ട നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ബുധദശ ആകെ 17 വർഷമാണ്. ഏകദേശം 10 വയസ്സുവരെ ബുധദശ ഉണ്ട് എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. അതിനുശേഷം 17 വയസ്സുവരെ കേതുർദശ. കേതുർദശ ഏകദണ്ഡ അനുകൂല സമയമാണ്. എന്നാൽ അതിനുശേഷമുള്ള ശുക്രദശ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അത് ഏതാണ്ട് 37 വയസ്സുവരെ ഉണ്ടാകും. ജാതകത്തിൽ ശുക്രൻ മോശമാണെങ്കിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കാം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ വെള്ളിയാഴ്ചയും ദർശനം നടത്തി നെയ്വിളക്ക് കൊളുത്തുക. അതിനുശേഷം ഏകദേശം 43 വയസ്സുവരെ സൂര്യദശാകാലമാണ്. ഇത് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 53 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 60 വയസ്സുവരെ ചൊവ്വാദശയാണ്. ചൊവ്വാദശയും അനുകൂല സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് മഹാവിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തൃക്കൈവെണ്ണ, കദളിപ്പഴം ഇവ നേദിക്കുക. ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മൂലനക്ഷത്രക്കാരുടെ നക്ഷത്രഫലത്തെ പറയാം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അധികാര കേന്ദ്രത്തിൽ മത്സരങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മൂലനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിലെ ഛിദ്രങ്ങൾക്കൊക്കെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അന്യദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്ന സന്താനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധുജനങ്ങളിൽ നിന്നും മറ്റും നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സാങ്കേതിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിക്ക് പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വിനോദ സഞ്ചാര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ഉന്നതമായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കി നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് വിട്ട് താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. ശത്രുക്കൾക്ക് മേൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഇനി നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ദശാകാലവും അതിനനുസരിച്ചുള്ള ഫലവും ഒന്ന് നോക്കാം. മൂലനക്ഷത്രക്കാർ കേതുർദശയിലാണ് ജനിക്കുക. കേതുർദശ ആകെ 7 വർഷമാണ്. ഏകദേശം 3 വയസ്സുവരെ കേതുർദശ എന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 23 വയസ്സുവരെ ശുക്രദശാകാലം ഉണ്ടായിരിക്കും. ആ ദശാകാലം അനുകൂലമാണ്. എന്നാൽ അതിനുശേഷം വരുന്ന 6 വർഷക്കാലം ആദിത്യ ദശാകാലമാണ്. അത് 29 വയസ്സുവരെ ഏകദേശം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. ആദിത്യ ദശാകാലമുള്ള വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികളൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ഈശ്വരപ്രീതി വരുത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാഗേന്ദ്രഹാരായ, ത്രിലോചനായ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുക. അതിനുശേഷം 10 വയസ്സുവരെ, അതായത് ഏകദേശം 39 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്. ഇക്കാലം അനുകൂലമാണ്. അതിനുശേഷം 7 വർഷം ചൊവ്വാദശയാണ്. ഏകദേശം 46 വയസ്സുവരെ ഇത് ദോഷകരമായിട്ടുള്ള കാലമാണ്. അതിനുശേഷം 64 വയസ്സുവരെ രാഹുർ ദശയാണ്. ഇതും അനുകൂല ദശാകാലമാണ്. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. ഇത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക. വഴിപാടുകളെ ചെയ്യുക. രാഹുർ ദശാകാലമുള്ള മൂലനക്ഷത്രക്കാർ സർപ്പങ്ങൾക്ക് മുടങ്ങാതെ വഴിപാട് ചെയ്യുക. മൂലനക്ഷത്രക്കാർ 2025 നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനായിട്ടും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ടും പൊതുവായിട്ട് ഹനുമാൻ സ്വാമിയാണ് വിളിക്കേണ്ടത്. ഹനുമാൻ സ്വാമിയുടെ മന്ത്രം നിത്യം ജപിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, അർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മൂലനക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പുരാണ നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു പോകാം.
പുരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. താൽക്കാലിക ജോലിയിലൊക്കെ പ്രവേശിച്ചിരുന്നവർ അതൊക്കെ സ്ഥിര നിയമനത്തിലേക്ക് ഉള്ള സാഹചര്യമുണ്ട്. ഉന്നതസ്ഥാനീയരുമായിട്ട് മികച്ച ബന്ധം പുലർത്താൻ പുരാട നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. യാത്രകൾ വഴി നേട്ടമുണ്ടാകുന്നതുമാണ്. ആരോഗ്യകരമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കുന്നതാണ്. കുടുംബാംഗങ്ങളോടൊത്ത് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിദേശത്തുള്ളവർക്കൊക്കെ അവധിക്ക് നാട്ടിൽ തിരിച്ചെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പൈതൃക സ്വത്തുക്കളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകുന്നതിനും സാഹചര്യമുണ്ട്. വീട് നവീകരണത്തിന് പണം ചെലവിടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. പണമിടപാടുകളിലൊക്കെ നല്ല കൃത്യത പുലർത്താൻ പുരാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. പുരാട നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുക. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വർഷക്കാലം ശുക്രദശ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 6 വർഷം ആദിത്യദശയാണ്. ഏകദേശം 16 വയസ്സ് വരെ ആദിത്യദശകാലം ഉണ്ടായെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 10 വർഷക്കാലം ചന്ദ്രദശയാണ്. അതായത് ഏകദേശം 26 വയസ്സ് വരെ. ആ ദശാകാലം ചന്ദ്രദശകാലം അത്ര അനുകൂലമല്ല. ചന്ദ്രദശകാലം ഉള്ളവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. അതിനുശേഷം 7 വർഷക്കാലം ചൊവ്വാദശയാണ്. അതായത് 33 വയസ്സ് വരെ എന്ന് പറയാം. ഇക്കാലത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശയാണ്. ഏകദേശം 51 വയസ്സ് വരെ രാഹുർദശ ഉണ്ടാകും. രാഹുർദശകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ഈ കാലത്ത് സർപ്പക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴദശ പുരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. പുരാട നക്ഷത്രക്കാർ 2025 ദോഷശമനത്തിനായി മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അഥവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ മറ്റും നിത്യം ദർശനം നടത്തുക, അർച്ചന, കൂവളമാല, തൃക്കൈവെണ്ണ തുടങ്ങിയ വഴിപാടുകളെ ചെയ്യുക. ഇന്ന് നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് മാനസികമായി ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറുന്ന സമയമാണ്. ഭൂമി വാങ്ങുവാനും വീട് നിർമ്മാണം ആരംഭിക്കുവാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് 2025. കടം നൽകിയ പണമൊക്കെ തിരികെ ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നതൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. സഹപ്രവർത്തകരുടെയൊക്കെ സഹായം എല്ലാ കാര്യത്തിലും ലഭിക്കുന്നതാണ്. ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതാണ്. അർദ്ധ സർക്കാർ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും മറ്റ് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. തികച്ചും ഔചാരിതമായി ഉത്രാട നക്ഷത്രക്കാർക്ക് ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാർ ആദിത്യദശയിലാണ് ജനിക്കുക. ആദിത്യദശ ആകെ 6 വർഷമാണ്. ഏകദേശം 3 വയസ്സ് വരെ ആദിത്യദശ ഉണ്ടായിരുന്നു എന്ന് കണക്കുകൂട്ടൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 13 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്. ഏകദേശം 20 വയസ്സ് വരെ ചൊവ്വാദശയാണ്. ചൊവ്വാദശ ഉത്രാട നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല. അതിനുശേഷം ഏതാണ്ട് 38 വയസ്സ് വരെ രാഹുർദശയാണ്. രാഹുർദശ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. എന്നിരുന്നാലും പാപഗ്രഹത്തിന്റെ ദശാകാലം ആയതുകൊണ്ട് തന്നെ ദോഷപരിഹാരങ്ങൾ ചെയ്യുക, സർപ്പങ്ങൾക്ക് നൂറും പാലും പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അതിനുശേഷം ഏകദേശം 42 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. ഇക്കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദശാകാലമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിനുശേഷം ഏകദേശം 61 വയസ്സ് വരെ ശനിദശാകാലമാണ്. ശനിദശാകാലം ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. ശനിദശാകാലമുള്ളവർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിത്യം വഴിപാടുകളെ ചെയ്യുക. ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ 2025 ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ധർമ്മശാസ്താവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ധർമ്മശാസ്താവിന്റെ മന്ത്രങ്ങളെ ചൊല്ലുക, അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് തിരുവോണ നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025 പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ നേട്ടമുണ്ടാകുന്നതാണ്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറി നല്ല സന്തോഷം ഉണ്ടാകുന്നതാണ്. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം അതുപോലെയുള്ള പ്രവർത്തന മേഖലകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. പൊതുവെ മനസ്സുഖം വർദ്ധിക്കുന്ന കാലമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കും അനുകൂല സമയമാണ്. സർക്കാരിൽ നിന്നും അനുകൂല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാപാര കാര്യങ്ങളിലൊക്കെ കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാക്കാനായിട്ട് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഉത്തമ ബന്ധം ലഭിക്കുന്നതാണ്. ശനിദശാകാലത്ത് ശാസ്താപ്രീതി വരുത്തുക. ബുധദശാകാലത്ത്
അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. തിരുവോണ നക്ഷത്രക്കാർ 2025 ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായിട്ട് ദേവീ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത അർച്ചന എന്നിവ നടത്തുക. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് അവിട്ട നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന വിഷമതകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയത്തിലും മറ്റ് സാമൂഹിക മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ അനുകൂല സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ഉത്തമ ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി സമാഗമം ഉണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തികമായി പുരോഗതിയും സുസ്ഥിരതയും ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. ഭാഗ്യാനുഭവങ്ങൾ പൊതുവെ ഉണ്ടാകുന്ന വർഷമാണ്. വാഹന ലാഭം ഉണ്ടാകുന്ന വർഷമാണ്. സഹോദരങ്ങൾ മുഖേന സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതുമാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ദശാകാലം ഒന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശയിലാണ് അവിട്ട നക്ഷത്രക്കാർ ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ ചൊവ്വാദശ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശയും. രാഹുർദശാകാലമുള്ള അവിട്ട നക്ഷത്രക്കാർ സർപ്പക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. രാഹുർദശാകാലം പൊതുവെ അനുകൂല ദശാകാലം തന്നെയാണ്. അതിനുശേഷം ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശയാണ്. വ്യാഴദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 19 വർഷം, ഏകദേശം 55 വയസ്സ് വരെ ശനി ദശാകാലമാണ്. ശനി ദശാകാലം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂല സമയമാണ്. അതിനുശേഷം 17 വർഷക്കാലം ബുധദശാകാലമാണ്. ഈ ദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ബുധദശാകാലം ഉള്ള അവിട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിത്യം സന്ദർശനം നടത്തുക, ഭഗവാന്റെ മന്ത്രങ്ങളെ ജപിക്കുക. അവിട്ട നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായിട്ട് അവതാര വിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹമൂർത്തി തുടങ്ങിയ ദേവതമാരുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൽപ്പായസം വഴിപാടുകൾ ചെയ്യുക. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചതയ നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയേണ്ടത്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന ചതയ നക്ഷത്രക്കാർക്കും അതിനൊക്കെ സാധിക്കുന്ന സമയമാണ്. മികച്ച സ്ഥാപനങ്ങളിൽ നിന്നും നല്ല ശമ്പളത്തോടു കൂടിയുള്ള നിയമനങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ലഭിക്കുന്നതാണ്. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള തൊഴിൽ തേടുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. വസ്തു തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ അതൊക്കെ ന്യായമായി പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. ഏജൻസി തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ധനപരമായിട്ട് മുന്നേറുന്ന സമയമാണ്. വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. പഴയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർ ദശയിലാണ് ജനനം. ഏകദേശം 18 വർഷം വരെ രാഹുർ ദശ ഉണ്ട് എന്ന് കണക്ക് കൂട്ടാം. നമുക്കത് ഏകദേശം പകുതി എന്നുള്ള കണക്കില് 9 വയസ്സ് വരെ രാഹുർ ദശ എന്ന് കണക്ക് കൂട്ടി ചതയ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. അതിനുശേഷം ഏകദേശം 25 വയസ്സ് വരെ വ്യാഴദശ ഉണ്ടാകും. വ്യാഴദശാകാലം ചതയ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 44 വയസ്സ് വരെ ശനിദശയാണ്. ശനിദശ അനുഭവിക്കുന്ന ചതയ നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. അതിനുശേഷം ഏകദേശം 61 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഈ ബുധദശാകാലം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 68 വയസ്സ് വരെ കേതുർദശയും പിന്നീട് അങ്ങോട്ട് ശുക്രദശയുമായിരിക്കും. കേതുർദശ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ട്. കേതുർദശാകാലത്ത് ഗണപതി ഭജനം ചെയ്യുക, ഗണപതി ഹോമം മുതലായ കാര്യങ്ങൾ ചെയ്യുക. ചതയ നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനുമായി നാഗരാജാവിന്റെ ക്ഷേത്രത്തിലാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുക, നൂറും പാലും പാട്ടുപാടിക്കുക തുടങ്ങിയ കാര്യങ്ങളെ ചെയ്യുക. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായിട്ട് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭൂമി ഇടപാടുകളിൽ നിന്നൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന
പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആശ്വാസം ഉണ്ടാകുന്ന വർഷമാണ്. ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി ഉന്നമനം കൈവരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വീട്ടുകാരിൽ നിന്ന് അംഗീകാരവും വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ്. ഉന്നത സ്ഥാനീയരുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും അനുകൂലമായിട്ടുള്ള വർഷമാണ്. എല്ലാ രംഗത്തും നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ഇല്ലാതാകുന്ന വർഷമാണ്. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് അപഗ്രഥിച്ചു നോക്കാം. ആദ്യത്തെ ദശാകാലം വ്യാഴദശയാണ്. വ്യാഴദശ ആകെ 16 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സ് വരെ വ്യാഴദശ ഉണ്ടാകും. അതിനുശേഷം ഏകദേശം 46 വയസ്സ് വരെ ശനിദശാകാലം. ശനിദശാകാലം പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമല്ല. അതുകൊണ്ട് തന്നെ ശനിദശാകാലമുള്ളവർ നിത്യം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, വഴിപാടുകളെ ചെയ്യുക, മന്ത്രങ്ങൾ ജപിക്കുക. അതിനുശേഷം ഏകദേശം 63 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധദശാകാലം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 70 വയസ്സ് വരെ കേതുർദശയാണ്. കേതുർദശ ഉള്ള പൂരിട്ടാതി നക്ഷത്രക്കാർ ഗണപതി പ്രീതി വരുത്തേണ്ടതാണ്. 2025 ദോഷശമനത്തിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി പൂരിട്ടാതി നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഭജിക്കേണ്ടത്. ഷഷ്ടിവ്രതം എടുക്കുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല സമർപ്പിക്കുക, കുമാരസൂക്ത അർച്ചന നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. അതിനനുസരിച്ച് പ്രയോജനവും ലഭിക്കുന്നതാണ്. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. ദൂരദേശത്തൊക്കെ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ഉദ്ദിഷ്ട കാര്യസാധ്യവും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ മുഖേന മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ സാഹചര്യം ഉണ്ടാകും. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം കുറയുന്ന വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങുന്നതാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പറഞ്ഞു പോകാം. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുന്നത്. ശനിദശ ആകെ 19 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ ഉണ്ടായിരുന്നു എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് പ്രതിപാദിക്കാം. അതിനുശേഷം 17 വർഷം ബുധദശാകാലമാണ്. അത് 27 വയസ്സ് വരെ എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 7 വർഷം, അതായത് 34 വയസ്സ് വരെ കേതുർദശയാണ്. കേതുർദശാകാലമുള്ളവർക്ക് എല്ലാ വിധത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗണപതി പ്രീതി നിർബന്ധമായിട്ടും വരുത്തുക. അതിനുശേഷം 54 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. ഈ ദശാകാലം പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുശേഷം 60 വയസ്സ് വരെ ആദിത്യ ദശാകാലവും അതിനുശേഷം 70 വയസ്സ് വരെ ചന്ദ്രദശാകാലവുമാണ്. ആദിത്യ ദശാകാലം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ടും 2025 ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ടും ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവഭജനം ചെയ്യുക, ശിവഭഗവാന്റെ മന്ത്രങ്ങളെ നിത്യം ജപിക്കുക, ധാരാപുറവിളക്ക്, കുവളമാല സമർപ്പണം എന്നിവയൊക്കെ ചെയ്യുക. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ 2025 പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ഭദ്രത പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ആഡംബര വസ്തുക്കൾക്കായിട്ട് പണം ചെലവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ആഗ്രഹിച്ചിരുന്ന ജോലിക്കൊക്കെ നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ വിട്ട് ഒഴിയുന്നതാണ്. കൂടാതെ സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് സർക്കാർ തലത്തിലോ മറ്റേതെങ്കിലുമോ ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അന്തർദേശീയ തലത്തിൽ നിന്നൊക്കെ അംഗീകാരങ്ങൾ ഉണ്ടാകാം. മാതൃസ്വത്തിന്റെ വീതമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ്. ബുധദശ ആകെ 17 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശാകാലം ഉണ്ടായിരുന്നു എന്ന് കണക്കുകൂട്ടി നമുക്ക് ഒന്ന് ദശാകാലത്തെ വിലയിരുത്താം. അതിനുശേഷം 7 വർഷം കേതുർദശയാണ്. അതായത് 17 വയസ്സ് വരെ കേതുർദശ. അതിനുശേഷം ശുക്രദശാകാലം ഏകദേശം 37 വയസ്സ് വരെ ഉണ്ട്. ശുക്രദശാകാലം രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഏകദേശം 6 വർഷം, അതായത് 43 വയസ്സ് വരെ ആദിത്യ ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 53 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്.
ചന്ദ്രദശാകാലവും രേവതി നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അർച്ചന പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അതിനുശേഷം 7 വർഷക്കാലം ചൊവ്വാദശയാണ്. അതായത് ഏകദേശം 60 വയസ്സുവരെ. അതിനുശേഷം ഏകദേശം 78 വയസ്സുവരെ രാഹുർ ദശാകാലമാണ്. ഈ രാഹുർ ദശാകാലവും രേവതി നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമല്ല. നിത്യം സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, സർപ്പങ്ങൾക്ക് നൂറും പാലും പാട്ടുപാടിക്കുക, അഭിഷേകം പോലെയുള്ള വഴിപാടുകളെ ചെയ്തു ദോഷപരിഹാരത്തെ കാണുക. രേവതി നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായിട്ട് ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക, ധാരാപുറവുകൾക്ക് കൂളമാല എന്നീ വഴിപാടുകളെ ചെയ്യുക. നക്ഷത്രക്കാർക്കും 2025 വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.